ഹായ് ഹായ് ഹായ്. നമ്മുടെ സ്കൂൾ ടീച്ചർമാർ സാവധാനം ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ 8ാം ക്ലാസ്സിൽ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങിയോ? എന്തെങ്കിലും ഇല്ലെങ്കിലും ആ ചാപ്റ്റർ മാഷിന്റെ എളുപ്പമാക്കി തരാൻ വേണ്ടി പോവാട്ടോ. കാരണം ഈ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററുകൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ എളുപ്പമായിരിക്കും, പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി കഴിയും. ആ രൂപത്തിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാഷ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുമ്പോൾ ചെയ്യാട്ടോ. ഈ വീഡിയോ അവർക്ക് കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ മാഷ് ഇതുപോലെ കൂടുതൽ വീഡിയോസ് കൊണ്ടുവരാട്ടോ. നമ്മൾ മുഴുവൻ മാത്സ് എളുപ്പമാക്കി തരുന്ന രൂപത്തില് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഏറ്റവും ആദ്യം മാഷ് ഇവിടെ 2 വര തന്നിട്ടുണ്ട്. എന്താ കാര്യം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഈ മുകളിലുള്ള വര കണ്ടോ? ഈ മുകളിലെ വര പോലെ തന്നെ മാഷ് താഴെ വേറൊരു വര തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ ഇത് നിൽക്കുന്നത് അല്ലെ? ഇത് ഇങ്ങനെ നിൽക്കുമ്പോ അതേ രൂപത്തില് ആണ് നിൽക്കുന്നത്, ചെരിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? ഇത് നേരെയും ഇതിങ്ങനെ ചെരിഞ്ഞിട്ടുമാണോ? അല്ല. ഇത് എത്ര ചെരിവിലാണോ നിൽക്കുന്നത് അതേ രൂപത്തിലാണ് ഇത് നിൽക്കുന്നത്. ഒരേ ചെരിവിലുള്ള 2 വരകളാണ് മാഷ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ഇത് രണ്ടും നമ്മൾ അകലം നോക്കിക്കേ. ഈ സൈഡിലെ ഈ 2 വരയും തമ്മിലുള്ള അകലം എന്താണോ അതേ അകലം തന്നെയാണ് വരുന്നത് ഈ അറ്റത്തും അല്ലെ? ഇങ്ങനെ നീളം കൂടുന്നതനുസരിച്ച് ദൂരേക്ക് അല്ലെങ്കിൽ അടുത്തടുത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല. ഒരേ അകലത്തിൽ പോകുന്ന 2 വരകളാണ് മാഷ് ഇവിടെ തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള വരക്കുള്ള പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള വരകൾ നമ്മൾ എന്ത് പേരാ വിളിക്കുക? ആ, പാരലൽ ലൈൻസ് എന്ന് വിളിക്കും അല്ലെ? ഇതുപോലുള്ള വരന്റെ പേരാണ് പാരലൽ ലൈൻ. അതായത് സമാന്തര വരകൾ എന്നാണ് ഇതുപോലുള്ള വരനെ നമ്മൾ വിളിക്കുന്നത്. ഈ വര ഇതേപോലെ മാഷ് ചെരിച്ചു വെച്ചു. ഇതിപ്പോ പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകളാണ്. ആണ്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ വര എത്രത്തോളം ചെരിഞ്ഞോ അതേപോലെ ഈ വരയും ചെരിഞ്ഞിട്ടുണ്ട്. 2 വരയും ഒരേപോലെയാണ് ചെരിഞ്ഞത് അല്ലെ? ഇപ്പോഴും 2 ഒരേ ചെരിവിലാണ് നിൽക്കുന്നത്. ഇവിടെയും 2 ഒരേ ചെരിവിലായിരുന്നു അല്ലെ? ഈ 2 വരയും തമ്മിൽ അകലം മാറിയിട്ടുണ്ടോ? ഇല്ല. ഈ അറ്റത്ത് എത്രത്തോളം അകലാണോ അതേ ദൂരം തന്നെയാണ് ഈ അറ്റത്തുള്ളത്, അതേ അകലം തന്നെയാണ് മറ്റേ അറ്റത്തുള്ളത്. ഇനി ദൂരേക്ക് നീട്ടി വരച്ചാൽ എന്താ? ഒരേ അകലത്തിലെ പോവുക, അടുത്തടുത്തോട്ട് വരൂല്ല, ദൂരേക്ക് പോവില്ല. കാരണം 2 വരകളും ഒരേ അകലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും പാരലൽ അല്ലേ? ആണ്. ഇതിപ്പോഴും സമാന്തരാണ്. ഒരേ അകലത്തിലുള്ള വരകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ, സമാന്തരം. അതിങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ദൂരേക്ക് അടുത്തടുത്തേക്കോ വരില്ല. ഒരേ അകലത്തിൽ തന്നെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ ചെരുവിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ 2 വര എന്താ? പാരലൽ ലൈൻ ആണ്, സമാന്തര വരയാണ്. സിമ്പിൾ. ഇതാണ് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് പാരലൽ ലൈൻസ് ആണ്. ഇപ്പൊ അല്ല, കാരണം ചെരുവ് മാറി. ഒന്ന് ഇങ്ങനെ നിൽക്കുമ്പോ മറ്റേത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെ? ഒന്ന് ഇങ്ങനെ നിൽക്കുമ്പോ അതേ ചെരുവിൽ തന്നെ രണ്ടാമത്തെ വരി വന്നു കഴിഞ്ഞാല് 2 പാരലാണ്. ഒന്ന് ഇങ്ങനെ മറ്റേത് ഇങ്ങനെയാണെങ്കിൽ രണ്ടിനും ചെരുവ് മാറി. ഒരേ ചെരുവിലുള്ള വരകൾ അത് നമുക്ക് എന്ത് വിളിക്കാം? സമാന്തര വര, പാരലൽ ലൈൻസ്. ഒരേ അകലത്തിലാണ് പറയണ പോലെ തന്നെ അത് ഒരേ ചെരുവിലായിരിക്കുന്ന കാര്യം ആലോചിച്ച് വെക്കുക. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റേതും ഇതേപോലെ അല്ലെ? ഒന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റേത് ഇങ്ങനെയാണെങ്കിൽ ചെരുവ് മാറി, പാരലൽ ലൈൻ അല്ല, സമാന്തര വരയല്ല. ആ കാര്യങ്ങൾ എല്ലാവരും ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു കാര്യം, ഇവിടെ നോക്കി, ഈ കറുപ്പ് വരന്റെ മുകളിൽ മാഷ് ഒരു നീല വര വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചിത്രത്തിലും വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേപോലെ ഇല്ല. ഇവിടെ ഈ കറുപ്പ് വരയായിട്ട് ഈ നീല വര അതിനിടയിലുള്ള ഈ ഗ്യാപ്പ് കണ്ടെങ്കിൽ അത് ഇത്രത്തോളം വായ തുറന്നു നോക്കി ഇത്ര തുറന്നിട്ടുള്ളൂ. പക്ഷെ ഈ ചിത്രത്തിൽ എത്തിയപ്പോ എന്താ? കുറച്ച് അധികം തുറന്നിട്ടുണ്ട് അല്ലെ? ചെരിവ് മാറി. ഇവിടെ ഈ കറുപ്പ് വരയായിട്ട് ഈ നീല വര ഇത്ര ചെരിവിലാണ്. ഇവിടെ എന്താണ്? ഒന്നുകൂടെ താഴോട്ട് വന്നു, ചെരിവ് കുറഞ്ഞു അല്ലെ? ഇതിനിടയിലുള്ള വായ തുറന്നിട്ടുള്ളത് കുറഞ്ഞു. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ വായ എത്രത്തോളം തുറന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു അളവിലാണ് നടക്കുക. ആ അളവിന്റെ പേരെന്താണ്? ആംഗിൾ. എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മൾ ഇത്ര ഡിഗ്രി പറയും അല്ലെ? ഈ കറുപ്പ് വരയ്ക്കും ഈ നീല വരയ്ക്കും ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഈ ചിത്രത്തിൽ എന്താ? കുറച്ചുകൂടി അധികം വായ തുറന്നിട്ടുണ്ട് അല്ലെ? നേരത്തെ ഇത്ര ആയിരുന്നു ഈ ചിത്രത്തില്. ഈ ചിത്രത്തിലൂടെ എത്തിയപ്പോ എന്താ? കുറച്ച് ഇത്ര ആയിട്ടുണ്ട്. അപ്പൊ എന്താ? അവിടെ 30 ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ആയിട്ടുണ്ടായിരിക്കും. കാരണം എന്താ? വായ തുറന്നു. അങ്ങനെ എത്രത്തോളം വായ തുറക്കുന്നു അത്രത്തോളം എന്താ? ആംഗിൾ കൂടും. ഈ മാഷിലെ വേറെ സംഭവം കാണിച്ചു തരാം. വേറൊരു വര, ഒരു നീല ഇതിന്റെ മുകളിൽ വന്നിട്ടുണ്ട് അല്ലെ? ഇതിനിടയിൽ വായ എത്രത്തോളം തുറന്നെങ്കിൽ നോക്കിക്കുകയും ഇത്രയാണ് തുറന്നിട്ടുള്ളത് അല്ലെ? ഈ നീല വര ഇങ്ങനെ തുറന്ന് പറഞ്ഞ് വായ ഇത്രയും തുറന്നു.
അപ്പൊ ആംഗിൾ വീണ്ടും കൂടും. ഇപ്പൊ ഏകദേശം എത്ര ആയിട്ടുണ്ടായിരിക്കും? ഒരു 80 ഡിഗ്രിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് 80 ഡിഗ്രി ആണ്. വീണ്ടും 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 വായ തുറന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാലോ ഇതിനുള്ള ആംഗിൾ എന്തായിരിക്കും വരിക? ഇപ്പൊ ഈ കറുപ്പ് വര നേരെയും നീല വര എന്താ നേരെ മുകളിലോട്ടും ആയി അല്ലെ, കുത്തനെയായി. അങ്ങനെ ഒരു വര ഇങ്ങനെ നേരെയും മറ്റേ വര നേരെ മുകളിലോട്ടും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും അറിയോ? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി എന്നുള്ളത് നമ്മൾ ഇങ്ങനെയല്ല അടയാളപ്പെടുത്തുക, ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുക കേട്ടോ. 90 ഡിഗ്രിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുക. പിന്നെയുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലേ? 90 ഡിഗ്രി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തും. ഇങ്ങനെ കൂടെ അടയാളപ്പെടുത്തുന്ന കാര്യം ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും വായ തുറന്നു. വീണ്ടും വായ തുറന്നു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ 90 ഡിഗ്രിയിലും കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ ഒരു 110 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. വീണ്ടും ഇങ്ങനെ വായ തുറന്നു 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 ഇത്ര ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ആയിട്ടുണ്ടായിരിക്കും? ഒരു 160 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. വീണ്ടും തുറന്നു 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 തുറന്ന് ഇത്രയും ആയി. ഇപ്പൊ നോക്കിക്കേ, ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. എന്താണ്? ഈ കറുപ്പ് വര എത്രത്തോളം ചെന്നിട്ടാണോ അതേപോലെ തന്നെയാണ് ഈ നീല വരയുള്ളത് അല്ലേ? ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വന്നു. ഇപ്പൊ ഇത് ഒറ്റ വര പോലെയാണ് തോന്നുന്നത് അല്ലേ? ഇങ്ങനെ ഒരു വര പോലെ ആയിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു വരയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിട്ടുള്ള കാര്യം എനിക്ക് അറിയോ? പകുതി ആയപ്പോ ഒന്ന് നേരെ മറ്റൊരു കുത്തനെയായപ്പോ 90 ഡിഗ്രി ആയിരുന്നു. അങ്ങനെ വന്ന് 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 രണ്ടും നേരെ ആയി കഴിഞ്ഞിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആണ് അപ്പൊ അതിന്റെ ഇടയിലുള്ള ആംഗിൾ വരിക. ഇത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കാം. അപ്പൊ ഒരു നേരെയുള്ള വരയുടെ ഇടയിലുള്ള ആംഗിൾ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 180 ഡിഗ്രി നമുക്ക് പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാൻ വേണ്ടി പോട്ടോ. നേരെയുള്ള വര ടോട്ടൽ 180 ഡിഗ്രി ആണെന്ന കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ നേരിൽ ഒരു വര തന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഈ നീല വര വന്നിട്ട് കൂട്ടിമുട്ടി. അപ്പൊ ഇവിടെ ഉണ്ടായ ആംഗിൾ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്തുള്ള ആംഗിൾ എന്താണ് പറഞ്ഞത്? ഇവിടെ ഈ ഭാഗത്തുണ്ടായ ആംഗിൾ 60 ഡിഗ്രി, വലതു ഭാഗത്ത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇടത് ഭാഗത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണ്. ഇവിടെയുള്ള ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നീല വരയ്ക്കും ഈ കറുപ്പ് വരയ്ക്കും. ഇത്രയും ഭാഗം അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആണ് മാറ്റി ചോദിച്ചത്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ആ ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ കറുപ്പ് വര നോക്കിക്ക് നേരുള്ള വരയാണ്. നേരുള്ള വര ടോട്ടൽ ആയിട്ട് ആകെ 180 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ടോട്ടൽ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് ഇതുവരെയും 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ള ആംഗിൾ എന്തായിരിക്കും വരിക? ഇതാകെ 180 ഡിഗ്രിയാ. നേരുള്ള വര ടോട്ടൽ 180 ഡിഗ്രിയാ. അപ്പൊ അതിൽ ഇതുവരെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ അങ്ങോട്ട് എന്തായിരിക്കും വരിക? 180 60 ഡിഗ്രി കഴിഞ്ഞു. ടോട്ടൽ 180 ആണല്ലോ, അതിൽ 60 ഡിഗ്രി കഴിഞ്ഞു. ഈ ബാക്കി എത്ര കൂടെ ഉള്ളൂ? 180 180 60 പോയി ബാക്കി 120 കൂടെ ഉള്ളൂ. അപ്പൊ ഇവിടെ ആംഗിൾ വരിക 120 ഡിഗ്രി ആണ്. സിമ്പിൾ. അങ്ങനെയുള്ള ഒരു ഹോംവർക്ക് ചോദ്യം എന്ത് തരാണ്? നേരില വര അതിന് മുകളിൽ ഈ നീല വര ഒന്ന് കൂട്ടിമുട്ടി. അപ്പൊ ഇപ്പോഴത്തുണ്ടായ ആംഗിൾ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഇനി ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ നമ്മൾ മാത്സിലുള്ള മുഴുവൻ ബുദ്ധിമുട്ട് മാറാനുള്ള ഉദ്ദേശത്തിലാണ് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജൂൺ 1-ാം തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. 1-ാം തീയതി 2-ാം തീയതി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിരുന്നു അല്ലേ? അതുപോലെ ജൂൺ 3-ാം തീയതി മുതൽ അവർക്ക് ബാച്ചിലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടോ. അവർ ഓരോ ചാപ്റ്റേഴ്സും ബേസിക് മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 3-ാം തീയതി നമ്മുടെ ബാച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നത് മാഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുമോ? എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. മിസ്സായി പോയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ആയിട്ട് എനിക്ക് തരുന്നുണ്ടായിരിക്കും. റെക്കോർഡ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ആപ്പിലും വെബ്സൈറ്റ് വഴിയൊക്കെ നിങ്ങൾക്ക് കയറി കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ ആപ്പ് കൂടെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് വഴിയൊക്കെ ജോയിൻ ചെയ്ത് കാണാൻ വേണ്ടി കഴിയും. റെക്കോർഡ് ആയിട്ട് ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാം, എന്നിട്ട് നമ്മൾ കൂടെ വരിക കേട്ടോ. ജോയിൻ ചെയ്യാൻ വേണ്ടി മാഷി നമ്പർ കാണിച്ചുതരാം. ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഒരുപാട് കോളുകൾ വരുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലോ അതുകൊണ്ട് ഈ നമ്പറിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ മന്ത്ലി ആണ് നമ്മൾ ഫീസ് വരുന്നത്. ഓരോ മാസത്തെ ക്ലാസ് കണ്ടിട്ട് ഇംപ്രൂവ്മെന്റിലേക്ക് മാത്രം അടുത്ത മാസത്തിലോട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഫീസ് 199 രൂപയെ വരുന്നുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് പൈസ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കംപ്ലീറ്റ്ലി നിങ്ങൾ എല്ലാവരും മാത്സിലെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ ഉദ്ദേശത്തിലാണ്. അതുപോലെ വൈകാതെ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് വരുന്നുണ്ട്, ഒരു മെന്റർ കൂടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ കൂടെ തന്നെ ഡെയിലി നോട്ട്സ് തരുന്നുണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറിനായിട്ട് മാഷ് നമ്പർ തരുന്നുണ്ടായിരിക്കും. മാഷ് ഏത് സമയം വേണമെങ്കിലും വിളിച്ചിട്ട്
എന്ത് ഡൗട്ടും മാത്സ് റിലേറ്റഡ് ആയി നമ്മുടെ ക്ലാസ് റിലേറ്റഡ് ആയി ചോദിച്ചിട്ട് അത് ഫുള്ള് തിരുത്താൻ വേണ്ടി കഴിയും. അങ്ങനെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും കുറച്ചു നേരം മാത്സിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് മാത്സിന്റെ കംപ്ലീറ്റ് ബേസിക്കും സെറ്റ് ആക്കിയിട്ട് അടുത്ത വർഷത്തോട്ട് പോകുന്നതിന് മുമ്പ് മാത്സ് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾ പോവുക. അതിനു വേണ്ടിയിട്ടാണ് ഈ വർഷത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലെങ്കിൽ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് മാഷി ആ കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ സാധാരണ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിലേക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും കേട്ടോ. യൂട്യൂബിൽ ഓരോ ക്ലാസ്സിന്റെ നോട്ടുകൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ആയിരിക്കും കിട്ടുക. ഓരോ ഫ്രീ നോട്ടുകളും കിട്ടാൻ വേണ്ടി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് വാട്സ്ആപ്പ് നമ്മുടെ കമന്റ് സെക്ഷനിൽ മാഷ് പിൻ ചെയ്ത് വെക്കാം. അപ്പൊ കമന്റിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. ഇപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ എല്ലാവരും മാത്സിലെ കംപ്ലീറ്റ് ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഉപയോഗമാവുന്നുണ്ടെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ടും കൂടെ എത്തിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ വർഷം മുതൽ മുഴുവനും സെറ്റ് ആക്കി എടുക്കാം. ഇനി മാത്സ് വിഷയത്തിൽ ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. നമുക്ക് എന്തായാലും അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സിലായിട്ട് കാണാം. ബൈ ബൈ.